നിങ്ങൾ തമ്പനിയിൽ കണ്ടത് ശരിയാണ്. നമ്മുടെ കോട്ടയം ഏറ്റുമാനൂർ UGM സിനിമാസ് പൂട്ടി. ഈ ഒരു കാര്യമാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് എൻ്റെ ഇൻബോക്സിലും അതുപോലെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിലും ഒക്കെ വന്ന ആൾക്കാർ പറയുന്നത്. അപ്പൊ ആദ്യം ഒരു കമന്റ് വന്നു, രണ്ടാമതൊരു കമന്റ് വന്നു. ഇതൊക്കെ ഞാനിങ്ങനെ കണ്ടപ്പോഴത്തേക്ക് വിചാരിച്ചു, നമ്മുടെ UGM സിനിമാസ് പെട്ടെന്ന് പൂട്ടി പോകാനോ? അതും തിയേറ്റർ തുടങ്ങിയിട്ട് ഇപ്പൊ അധിക കാലമായിട്ടില്ല, ഒരു 4-4.5 വർഷം കൊണ്ടായിട്ടേ ഉള്ളൂ തിയേറ്റർ ഓപ്പൺ ചെയ്തിട്ട്. എനിക്ക് ഒരു ഒക്ടോബർ മാസം കൊണ്ടാണ് തോന്നുന്നു തിയേറ്റർ ഒരു 4 വർഷം മുന്നേ ഓപ്പൺ ചെയ്ത് കേട്ടോ. അപ്പൊ ഇത്രയും പുതിയൊരു തിയേറ്ററാണ്, നല്ല മികച്ചൊരു മൾട്ടിപ്ലക്സ് തിയേറ്ററാണ്. പറയുവാണെങ്കിൽ നമ്മുടെ കോട്ടയം ജില്ലയിലെ തന്നെ ഒരു മികച്ച തിയേറ്ററാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഏറ്റുമാനൂരുള്ള ആൾക്കാർ വളരെയധികം ആശ്രയിക്കുന്ന ഒരു, അതായത് സിനിമ കാണാൻ ആശ്രയിക്കുന്ന ഒരു തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും പ്രധാനമായിട്ടും ആശ്രയിക്കുന്ന ഒരു തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു UGM സിനിമാസ് തന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു തിയേറ്റർ പെട്ടെന്ന് പൂട്ടി പോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, അതൊന്നും അങ്ങനെ നടക്കുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ കയറി നോക്കി. അങ്ങനെ നോക്കിയ സമയത്ത് ഒരു ജാനുവരി 20 ആയ സമയത്ത് ഞാൻ പോസ്റ്റ് കണ്ടു, അതായത് തിയേറ്ററിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ടെന്ന്. സാധാരണ അറിയില്ല, തിയേറ്ററിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിന്റെ മുൻപോട്ടുള്ള പ്രവർത്തനത്തിന് അവർക്ക് സ്റ്റാഫിനെ ആവശ്യമാണ്, അതുകൊണ്ടായിരിക്കും ആൾക്കാർ എടുക്കുന്നത്. കറക്റ്റ് അല്ലേ? അപ്പോ ഇപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പൊ അതൊന്നും സത്യമല്ല, ആൾക്കാർ വെറുതെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കേട്ടിട്ട് പറഞ്ഞായിരിക്കും. അങ്ങനെയാണ് വിചാരിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സ്ക്രോൾ ചെയ്ത് നോക്കിയ സമയത്ത് ഇപ്പം കഴിഞ്ഞ ആഴ്ച റിലീസായ സിനിമയുടെ പോസ്റ്റർ വരെ നമ്മൾ അവരുടെ ഫേസ്ബുക്ക് പേജിൽ കാണാനായിട്ട് പറ്റും. അപ്പൊ അതായത് അതിന്റെ ഷോർട്ട് ടൈം, അത് എത്ര മണിക്കാണ്, ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഈ ഒരു പേജിലുണ്ട്. അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു, അപ്പൊ അതേ ഉണ്ടല്ലോ, സിനിമയുണ്ടല്ലോ, അപ്പൊ എന്താ കുഴപ്പം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റ് കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അവര് അടുത്ത് പറഞ്ഞേക്കുന്നത് അറിയോ, നാളത്തെ ഷോ ക്യാൻസൽ ചെയ്യുകയാണ്, സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത ആൾക്കാർ കൗണ്ടറിൽ പോയി നിങ്ങൾ അതിന്റെ റീഫണ്ട് വാങ്ങിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ റീഫണ്ട് തിരിച്ച് കിട്ടും എന്നുള്ള കാര്യമാണ് ആ ഒരു പോസ്റ്റ് അത് പറഞ്ഞേക്കുന്നത്. സ്വാഭാവികമായിട്ടും തിയേറ്റർ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ച്, അത് പ്രേക്ഷകരെ സംബന്ധിച്ച് നല്ലൊരു കാര്യമാണ്. കാര്യം എന്തെങ്കിലും റെനോവേഷൻ വർക്ക് നടക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സാങ്കേതികമായി തകരാറുകളുണ്ടെങ്കിലോ ഒക്കെ തിയേറ്ററുകാർ ഇങ്ങനെ പോസ്റ്റ് ഇട്ടിട്ട് ആ ഒരു റീഫണ്ട് തിരിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. എല്ലാ തിയേറ്ററുകളും അങ്ങനെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതിനകത്തൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് താഴെ കുറേയധികം കമന്റ്സുകൾ ഇങ്ങനെ വന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ ഇങ്ങനെ നോക്കിയ സമയത്ത് ഇതേ കാര്യങ്ങൾ തന്നെയാണ് ആൾക്കാർ ഇങ്ങനെ അതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെയും കുറച്ചുകൂടെ ഒരു ഇതായി പോയി. കാര്യം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആ ഒരു തിയേറ്ററിൽ പോയി സിനിമ കണ്ടുള്ള ഒരു തിയേറ്ററാണ്, നമുക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടിയ തിയേറ്ററാണ്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ UGM സിനിമാസ് ഏറ്റുമാനൂർ പറഞ്ഞ് യൂട്യൂബിൽ അടിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ആയിരിക്കും വരുന്നത്. നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി. നല്ല മികച്ച ഒരു തിയേറ്റർ തന്നെയാണ്, ഒരു 3 സ്ക്രീനോട് കൂടി നല്ലൊരു മൾട്ടിപ്ലക്സ് തിയേറ്ററാണ്, 4K ഡോൾബി അറ്റ്മോസ് തിയേറ്ററാണ്. അപ്പൊ എല്ലാം കൊണ്ടും ഒരു അടിപൊളി ഒരു അത്യുഗ്രൻ തിയേറ്റർ തന്നെ ആയിരുന്നു. അപ്പോ ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇപ്പം നമ്മൾ സാധാരണമായിട്ട് നമ്മുടെ ഒരു അറിവെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ പേജ് വഴിയുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ അതൊക്കെ അവിടെ വെച്ച് നമ്മളിങ്ങനെ നിർത്തിയേക്കുവാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. അങ്ങനെ ഞാൻ തിയേറ്ററിലേക്ക് വിളിച്ചു നോക്കിയപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ ചോദിച്ചത് പുതിയ സിനിമയുടെ ഷോയുടെ കാര്യത്തെ പറ്റിയാണ് ഞാൻ ചോദിച്ചത്. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് കിട്ടിയൊരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലില്ല, തിയേറ്റർ ക്ലോസ് ചെയ്യണം. അതായത് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന, അതായത് ആ ഫോൺ എടുത്ത പുള്ളിക്കാരനുണ്ടല്ലോ, എനിക്ക് ആരാന്ന് അറിയത്തില്ല, അദ്ദേഹം എനിക്ക് തോന്നുന്നു കുറച്ചൊന്ന് മെന്റലി ഡിസ്റ്റർബ്ഡ് ആണെന്ന് തോന്നുന്നു. ആ സംസാരം കുറച്ച് ഫാസ്റ്റ് ആണ്, പെട്ടെന്ന് കട്ട് ചെയ്യാനുള്ളൊരു ശ്രമമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇല്ല, തിയേറ്റർ ക്ലോസ് ചെയ്തു, ബിൽഡിംഗ് പൊളിക്കാൻ പോവുക, ഇങ്ങനെ പറഞ്ഞേ, ബിൽഡിംഗ് പൊളിക്കാൻ പോവാണ്, ഇനി സിനിമ ഒന്നും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി അപ്പോൾ തന്നെ കട്ട് ചെയ്തു. നമുക്ക് പിന്നീട് അങ്ങോട്ടൊരു കോൺവെർസേഷന് പുള്ളി സാധ്യത തന്നില്ല കേട്ടോ. അവിടെ വെച്ച് പുള്ളി ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടേ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു തിയേറ്ററിലേക്ക്. അതായത് ഇന്ന് ഇറങ്ങുന്ന ഒരു സിനിമയുടെ റിലീസിന്റെ കാര്യത്തെ പറ്റിയാണ് പുള്ളി ചോദിച്ചത്. പക്ഷെ അവിടെ ഭയങ്കര കോമഡിയാണ് സംഭവിച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഇങ്ങനെ ഫോൺ എടുത്ത് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞ കാര്യം കേട്ടോ. പുള്ളി ഫോൺ എടുത്തിട്ട്, ഹലോ, UGM സിനിമാസ് അല്ലേ എന്നിങ്ങോട്ട് പറഞ്ഞ് തീർന്നപ്പോഴത്തേക്ക് തന്നെ അവിടുന്ന് വന്ന റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ, UGM സിനിമാസ് ആണ്, തിയേറ്ററൊക്കെ ക്ലോസ് ചെയ്തു, തിയേറ്ററൊക്കെ പൂട്ടാൻ പോവുകയാണ്, ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ തന്നെ സഡൻ ആയിട്ട് തന്നെ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്തത്. അപ്പോൾ ഈ നമ്പർ നമുക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുക്കിങ്ങിനായിട്ട് വിളിക്കുമെന്ന് പറഞ്ഞ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലൊക്കെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു നമ്പറിലേക്ക് വിളിച്ചു കേട്ടോ. അതാരാണെന്ന് അറിയത്തില്ല. ഭയങ്കര എന്തായാലും ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ കുറച്ച് ഡിസ്റ്റർബ് ആയിട്ട് ഇരിക്കുവാണ്. എന്താ സംഭവം എന്നുള്ള കാര്യം അറിയത്തില്ല. എന്തൊക്കെയോ ഫ്രസ്ട്രേഷനൊക്കെ ഇങ്ങനെ മനസ്സിൽ കിടന്ന് പുകയുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ തിയേറ്ററിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പൊ 2 വട്ടം വിളിച്ച സമയത്ത് അവർ പറഞ്ഞത് തിയേറ്റർ ക്ലോസ് ചെയ്തു എന്നുള്ള കാര്യമാണ് കേട്ടോ. ബിൽഡിംഗ് പൊളിക്കാൻ പോകുന്നൊക്കെയാണ് പറഞ്ഞത്. ശരിക്കും പറയാം, ഭയങ്കര ഷോക്കാണ്. കാര്യം ഇത്രയും നല്ലൊരു തിയേറ്റർ ഏറ്റുമാനൂർ മാത്രമല്ല, കോട്ടയം ജില്ലയിലെ തന്നെ വളരെ മികച്ച തിയേറ്ററുകൾ ഒന്നാണ് UGM സിനിമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു തിയേറ്റർ പൊളിച്ചു കളയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതും 4.5 വർഷമായ ഒരു തിയേറ്റർ, എന്തുമാത്രം ലോസ് ആയിരിക്കും അവർക്ക് ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പം ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാർ പറഞ്ഞുള്ള അറിവാണ്, ഇത് കൃത്യമായിട്ട് എനിക്ക് കൺഫേം അല്ല, പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർട്ട്നേഴ്സ് തമ്മിലുള്ള എന്തൊക്കെയോ പൊരുത്തക്കേടുകളാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി പറഞ്ഞു തീർത്തിട്ട് തിയേറ്ററിനെ വീണ്ടും തിരിച്ച് പഴയ പടിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് കാര്യം. ഒരു മികച്ച തിയേറ്റർ ഈ ചെറിയ ഈഗോ ക്ലാഷിന്റെ ഒക്കെ പേരിൽ ഇങ്ങനെ പൂട്ടി പോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡാർക്കാണ്. പറ്റുവാണെന്നുണ്ടെങ്കിൽ തിയേറ്റർ അസോസിയേഷനിലേക്ക് ഇടപെടേണ്ട കാര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെയൊക്കെ പോയി സംസാരിച്ച്
ഇതിനൊരു തീരുമാനമാക്കിയെടുത്ത് എത്രയും പെട്ടെന്ന് തിയേറ്ററിനെ പൂർവ്വ അധികം ശക്തിയോടുകൂടി തിരിച്ചു കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. കാര്യം ഒരു തിയേറ്റർ ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും അത് ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോക്കി കൈയടിക്കാനും അത് നോക്കി സന്തോഷിക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഇത് കെട്ടിപ്പൊക്കി ഒരു ലെവലിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു ഹാർഡ് വർക്കും കഠിനാധ്വാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഈ ചിരിക്കുന്ന ആൾക്കാർക്ക് അറിയത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്കിപ്പോൾ ഒരാളെ നോക്കിയിട്ട് അവൻ കൂട്ടി എന്ന് പറഞ്ഞ് നമുക്ക് പറയാവുന്നൊരു കാര്യമാണ്. പക്ഷെ ഇത് ഇങ്ങനെ കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മനുഷ്യന്റെ ഒരു എന്താ പറയാ ഒരു സമർപ്പണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു തിയേറ്റർ അവർ അതോറിറ്റീസ് ആരെങ്കിലും വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീരുമാനമാക്കിയിട്ട് ഒന്ന് തിയേറ്ററിൽ തിരിച്ചു കൊണ്ടുവരിക. ഇത് ഞങ്ങളുടെ അതായത് ഇത് ഏറ്റുമാനൂരുകാരുടെ മാത്രം ഒരു കാര്യമല്ല, അതായത് കോട്ടയം ജില്ലയിലുള്ള എല്ലാ ആൾക്കാരുടെയും ഒരു അപേക്ഷയാണ്. കാര്യം തിയേറ്ററിനെ തിരിച്ചു കൊണ്ടുവരണം. അല്ലെങ്കിൽ പൊളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കറിയില്ല. ഞാൻ നിർത്തുവാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.